ശ്രീജിത്ത് ശ്രീജിത്ത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അവസാന തീരുമാനം വരാനിരിക്കുന്നുള്ളൂ. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല ശ്രീജിത്ത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുക. കാരണം ഈ ഒരു ബൂമർ എക്സ്കവേറ്റർ അതിൻ്റെ ആ മണ്ണ് പുഴയിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ഇതും നിർത്തിവെച്ചിട്ടുണ്ട്, ആ പ്രവൃത്തി നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് ആനന്ദ് ഏറ്റവും പുതുതായി ഈ കഴിഞ്ഞ സെക്കൻഡിൽ നമ്മളെ അറിയിച്ചത്. മാത്രമല്ല ഡീപ് ഡൈവേഴ്സും ഇറങ്ങുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് അനുമാനിക്കാമെന്ന് തോന്നുന്നു ഇന്നത്തെ. കാരണം മഴ മാറി, പക്ഷേ ആനന്ദ് പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ ഒരു കാലാവസ്ഥയുടെ സ്വഭാവം ഇങ്ങനെ മാറുന്നത്. അത് വിശ്വസിച്ചുകൊണ്ട് നേരം ഇരുട്ടുമ്പോൾ ഇനി തിരച്ചിൽ തുടരാനാകില്ല. ശ്രീജിത്ത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മനുഷ്യജീവനുകൾ ഇനിയും അവിടെ തിരച്ചിൽ നടത്തുന്നതാണെങ്കിൽ പോലും വിലപ്പെട്ടതാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഇന്നത്തെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഈ നിർണായക ഘട്ടത്തിലായിട്ട് പോലും കാലാവസ്ഥയെ വിശ്വസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അങ്ങനെ കരുതണം. അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ അവസാനിപ്പിക്കും. അത്തരത്തിലുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ശക്തമായ മഴയും കാറ്റുമാണ് ഈ പ്രദേശത്ത് നിരന്തരം ഉണ്ടാകുന്നത്. വലിയ കുത്തൊഴുക്കുണ്ട്. ഈ നദിയിലൂടെ അത്രത്തോളം വെള്ളമാണ് ഒഴുകി പോകുന്നത്. ഇത് മുങ്ങൽ വിദഗ്ധർക്കും അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സിനും ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ കളക്ടർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ ഈ ദൗത്യം നിർത്തുവാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ഉച്ചയോടെയെല്ലാം ഒരു അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. മഴയില്ല, അതോടൊപ്പം തന്നെ കാറ്റില്ല. ഈ നദിയിൽ ചെറിയ രീതിയിലുള്ള വലിയ ഒഴുക്കുകൾ കുറഞ്ഞിരുന്നു. അത്തരത്തിൽ ആ പ്രദേശത്ത് അനുകൂലമായ ഘടകമുള്ളതിനാൽ തന്നെയായിരുന്നു ഇന്ന് ഉച്ചയോടെ, ഇന്ന് രാത്രിയിൽ തന്നെ ഇത്തരം ലൈറ്റുകൾ എല്ലാം എത്തിച്ച് പരിശോധന നടത്താമെന്ന തീരുമാനത്തിൽ എത്തിയിരുന്നു. പക്ഷേ ഈ 3 മണിയോടെ ഈ സിഗ്നൽ ലഭിക്കുന്നു. ആ പ്രദേശത്ത് വളരെ വേഗത്തിൽ മണ്ണ് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഒരു ട്രക്ക് കണ്ടെത്തിയതായുള്ള കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. പക്ഷെ അവിടെ മണ്ണ് മാറ്റുന്നതിനിടയിലാണ് ശക്തമായ മഴയും കാറ്റും ഈ കുത്തൊഴുക്കും ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ വിവരമറിയിച്ചിരുന്നു. കളക്ടറെ ഉൾപ്പെടെയുള്ളവർ വിവരമറിയിച്ചു. അവർ ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിന് മുൻപായിരുന്നു NDRF സംഘം മടങ്ങിയിരുന്നു. അവരായിരുന്നു ആദ്യം ഈ മടങ്ങിയത്. അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ ഈ ലോറി കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതലും മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്താൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ഈ ശക്തമായ മഴ കാരണം അവർ തിരിച്ച് ഈ കരയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. നിലവിൽ NDRF സംഘം ആദ്യം മടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ ദൗത്യം 9ാം ദിനത്തെ ദൗത്യം പൂർണ്ണമായി അവസാനിപ്പിച്ചതായി ഉള്ള വിവരങ്ങൾ പുറത്തുവരും. രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി പ്രദേശത്ത് ഇടവിട്ട ശക്തമായ മഴയും കാറ്റും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് മഴ മാറി നിൽക്കുകയാണെങ്കിൽ പോലും പ്രവചനാതീതമായ ഒരു കാലാവസ്ഥയാണ് അവിടെ. പെട്ടെന്നായിരിക്കും മഴ വീഴുക. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റ്, അടിയൊഴുക്കുണ്ട്. മാത്രമല്ല പുഴയും കുത്തിയൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരച്ചിൽ ഈ ഒരു നിർണായക ഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം. അല്പസമയത്തിനകം എത്തും. പക്ഷേ നമ്മുടെ റിപ്പോർട്ടേഴ്സ് അവിടെ നൽകുന്നത് ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങാൻ കഴിയുന്നില്ല. ബൂം എക്സ്കവേറ്ററിന്റെ പ്രവൃത്തിയും താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളതാണ്.